കുടുംബജീവിതം നന്നാക്കി തീർക്കണം, ബന്ധം നമ്മൾ കൂട്ടിച്ചേർക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കുക. അറഫ ഉൾക്കൊള്ളുന്ന ദിനമാണിത്. അറഫ ദിവസം ഉൾക്കൊള്ളുന്ന ദിനമാണ് ഈ ദിനങ്ങൾ, ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അറഫ? അറഫയിൽ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യാണ്, അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റസൂൽ പറയാ, അറഫയിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്ന് സംശയിക്കാൻ പോലും പാടില്ല. പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കൊണ്ട് കുറേ മനുഷ്യന്മാരല്ല നരകത്തേക്ക് പോകേണ്ട കുറേ ആൾക്കാർ അല്ല കഴിച്ചിലാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് അറഫൻ്റെ അന്നാ. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തേക്ക് പോകേണ്ട ആൾക്കാർ നരകത്തിന് കാവലിനെ കിട്ടുന്നത് അറഫയുടെ ദിനമാണ്. കാരണം എന്താണെന്നറിയോ? അറഫയിൽ വെച്ച് മനുഷ്യന്മാർ പ്രാർത്ഥിക്കുക. അറഫയിൽ പോയവർക്കറിയാം അള്ളാഹു അവിടെ എത്താൻ നമുക്കൊക്കെ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അറഫയിലെത്തിയ ആളുകൾക്കറിയാം കരഞ്ഞിട്ട പ്രാർത്ഥന. എപ്പോഴാണ് അറഫ? ഉച്ചക്ക് ളുഹറിന് തുടങ്ങാം. ളുഹറിന് തുടങ്ങിയിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ തീർന്നതോടുകൂടി ബാങ്ക് നിസ്കാരം പോലും മുസ്ദലിഫീന മഗ്രിബ് ഏതാനും മണിക്കൂറേ ഉള്ളൂ അറഫ. ആ സമയത്ത് 10-60 കൊല്ലം ജീവിച്ചവർ, 10-70 കൊല്ലം ജീവിച്ചവർ വർഷങ്ങളോളം ചെയ്ത തിന്മകളൊക്കെ തെറ്റുകളൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ടെൻറ്റുകളിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അറഫ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരച്ചിലുകൾ കേൾക്കാം ടെൻറ്റുകളിൽ നിന്ന്, ആർത്തനാദങ്ങൾ കേൾക്കാം ടെൻറ്റുകളിൽ നിന്ന്. അറഫയിൽ പോയവർക്കറിയാം, വിങ്ങി വിങ്ങി പൊട്ടുന്ന ആളുകളെ കാണാം, കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണാം, അട്ടഹസിച്ചുകൊണ്ട് റബ്ബിനോട് പാപങ്ങളേറ്റ് പറയുന്നവരെ കാണാം. അപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയ ഒരു ഗ്രൂപ്പിൽ അമീർ പറയുക, ആൾക്കാരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിന് വന്നിട്ടുണ്ട്. അവന് ഒരു പ്രശ്നമില്ല, ഒരു വികാരമില്ല, അവന് കരച്ചിലുമില്ല, അവന് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല, അവനിങ്ങനെ നടക്കുകയാണ് അറഫയിലൂടെ. ഇത് കണ്ടപ്പോൾ അമീർ വിളിച്ചു, ചോദിച്ചു, എന്താണ് നിങ്ങൾ? കുറച്ച് സമയമല്ലേ ഉള്ളൂ ഇവിടെ. അൽ ഹജ്ജു അറഫ, നിങ്ങൾ എന്തിനു വന്നതാ ലക്ഷങ്ങൾ മുടക്കിയിട്ട്? അറഫയല്ലേ ഹജ്ജ്, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്താ പ്രാർത്ഥിക്കാനില്ലേ? ഈ മനുഷ്യന്മാരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടില്ലേ, പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത്, പ്രാർത്ഥിക്കാത്തത് എന്താ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇരിക്കാനും തോന്നുന്നില്ല, പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല, കരയാനും തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് സംസാരിച്ച് കൗൺസിലിംഗ് ചെയ്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ചോദിച്ചു വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യവും ഒക്കെ ചോദിച്ചപ്പോൾ ആ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുമായി ചില സ്വത്ത് വിഷയത്തിൽ ചില പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ സ്വർണ്ണത്തിന് വില കൂടിയതോടുകൂടി കുടുംബമൊക്കെ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് സ്വർണ്ണത്തിന് 3000, 4000, 5000 ഒക്കെ ഉള്ള കാലത്ത് സ്വർണം കൊടുത്ത പെണ്ണുങ്ങളൊക്കെ അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുക കുടുംബത്തിൽ, നിങ്ങൾക്ക് സ്വർണം കിട്ടണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിലുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്, ഇതുപോലെ പല പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെ കുടുംബം മുറിയാൻ പല കാരണങ്ങളുണ്ട്. അങ്ങനെ സ്വത്തിൻ്റെ പേരിൽ ഈ സഹോദരൻ പറയാണ്, എൻ്റെ ഉമ്മയുമായി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹജ്ജിന് പോരുന്ന സമയത്ത് ഉമ്മനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഈ അമീർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പം ഉമ്മാനെ വിളിക്കണം, ഉമ്മാൻ്റെ നമ്പറിൽ വിളിക്കണം, എന്നിട്ട് ഉമ്മനോട് നിങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കണം. ആ മനുഷ്യൻ അറഫയെന്ന് വിളിച്ചു. ആ മനുഷ്യൻ അറഫയെന്ന് ഉമ്മാക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ അറഫയിലാണ് ഉമ്മ, എന്തെങ്കിലുമൊക്കെ എന്നോട് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അപ്പുറത്ത് പറഞ്ഞു, മോനെ, ഉമ്മാൻ്റെ മോനോട് ഉമ്മാക്ക് എന്ത് വിഷമാണ് മോനെ, ഉമ്മാൻ്റെ മോനെ അറഫയിൽ വെച്ച് എന്നെ വിളിച്ചില്ലേ, ആ പുണ്യഭൂമിയിൽ വെച്ച് അറഫയോളം വലുതെന്താ, അവിടെ വെച്ച് ഉമ്മാനെ ഓർത്തിയില്ലേ, ഉമ്മാനെ വിളിച്ചില്ലേ, ഉമ്മാൻ്റെ മനസ്സിൽ ഒന്നുമില്ല മോനെ, ഉള്ളതൊക്കെ പോയി മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്ന നിമിഷം ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയാൻ തുടങ്ങി. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, ആ കണ്ണീര് തടഞ്ഞു വെച്ചത് ഉമ്മയുമായുള്ള ബന്ധം മുറിച്ചു എന്നതാണെങ്കിൽ നമ്മുടെ ഏത് പ്രാർത്ഥനയാകട്ടെ, ഏത് ദുആകളാകട്ടെ, എത്ര കരഞ്ഞ് കണ്ണീരോടെ റബ്ബിലേക്ക് നമ്മൾ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടോ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.